Hi friends, welcome back to my YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ 3rd സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ അവർ സോളാർ സിസ്റ്റം അതാണ് നോക്കുന്നത്. ഇത് അതിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ പേജാണ് കേട്ടോ. ഫസ്റ്റത്തെ പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ സൂം ചെയ്തിട്ട് വേറെ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റിൻ്റെ അവർ സോളാർ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പേജിലുള്ള പോർഷൻസ് ആ ഒരു ഫസ്റ്റ് ഫേസ് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കിത് കുറേയൊക്കെ സൂം ചെയ്താൽ മാത്രമേ എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സൂം ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്, ലെറ്റ്സ് ടോക്ക് ഉണ്ട്, വേർഡ് ടു നോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നോക്കാം. ഓക്കെ ഇതിലെന്താണ് ഫസ്റ്റത്തെ ഇതിലെന്താ കാണിക്കുന്നത്? ഒരു ഗേള് അവർ ഇത് വെച്ചിട്ട് നോക്കുന്നതാണ്. സംടൈംസ് ത്രൂ ടെലസ്കോപ്സ് വെച്ച് നോക്കുന്നത്, സംടൈംസ് ത്രൂ ടെലസ്കോപ്സ്, സംടൈംസ് ഫ്രം ദ സ്കൈ തിയേറ്റർ, സംടൈംസ് ഫ്രം ദ ഏഷ്യൻ്റ് ഒബ്സർവേഷൻ ലൈക്സ് എ ജെൻഡർ മാനർ. ഇതിനൊരു ടെലസ്കോപ്പ് വെച്ചൊരു കുട്ടി നമ്മുടെ സ്റ്റാർസിനെ വാച്ച് ചെയ്യുന്ന ഒരു പിക്ചറാണ് കേട്ടോ അത്. ടുഡേ ഷീ ഗൈഡ് ദ വിസിറ്റേഴ്സ് ടു ദ പ്ലാനറ്റോറിയം into the dark room with the dominant round roof. This is the sky theater. നമ്മൾ പ്ലാനറ്റ് കുറച്ച് പോകുമ്പോൾ നമുക്ക് സ്കൈ തിയേറ്ററിൻ്റെ ആ ഒരു സ്ക്രീനിലിരുന്നതിനെ ഫുള്ള് നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി പറ്റും അല്ലേ. എവറി വൺ ലേൺ ബാക്ക് ഇൻ ദെയർ സീറ്റ്സ് ആൻഡ് ലുക്ക് അപ്പ്. ദ റൂഫ് ഹാസ് ടേൺഡ് ഇൻ ടു ദ നൈറ്റ് സ്കൈ. രത്ന വിൽ നോൺ ഹാസ് ത്രൂ ദം ദ ജേർണി ത്രൂ ദ യൂണിവേഴ്സ്. ആ കുട്ടിക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു യാത്രയിലൂടെ നമുക്കെല്ലാം തന്നെ പ്ലാനറ്റ്സിനെ പറ്റി സോളാർ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു ചാപ്റ്ററിൽ ലേണിംഗ് ഔട്ട്കം എന്താണ് ഫസ്റ്റ് നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെസൺ ലേണേഴ്സ് വിൽ ബി ഏബിൾ ടു, ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മനസ്സിലാകും? എക്സ്പ്ലെയിൻ എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ്. എന്താണ് കോൺസെപ്റ്റ്? എന്താണ്? യൂണിവേഴ്സ് ആണ്. ഡിസ്കവർ ദ ഗാലക്സി ആൻഡ് ദ സൺ. സണ്ണിനെ പറ്റിയും ഗാലക്സിയെ പറ്റിയും മോർ അറിയാൻ വേണ്ടി കൂടുതൽ സാധിക്കും. ഡെമോൺസ്ട്രേറ്റ് നോളേജ് ഓഫ് ദ 8 പ്ലാനറ്റ്സ്. ദർ ഓർഡർ ഓഫ് ദ നെയിം ആൻഡ് സൈസ്. 8 പ്ലാനറ്റ്സ് ഉണ്ടെന്നും അത് ഓർഡർ അനുസരിച്ച് അതിൻ്റെ നെയിംസും സൈസും കുട്ടിക്ക് പറയാനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അനലൈസ് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 8 പ്ലാനറ്റ് ഓഫ് ദ ഡിഫറൻസ് എന്താണ്? 8 പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം കുട്ടിക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഐഡൻറ്റിഫൈ എന്താണ്? സാറ്റലൈറ്റ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഈ ഒരു ചാപ്റ്ററിലൂടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, വി ഷാൽ ലേൺ എന്താണ് ഫസ്റ്റ് ദ യൂണിവേഴ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ. 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റാർസ്, പ്ലാനറ്റ്, സാറ്റലൈറ്റ്. സ്റ്റാർസിൽ എന്താണ്? സൺ. പ്ലാനറ്റ്സിൽ എന്താണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. സാറ്റലൈറ്റിൽ എന്താണ്? മൂൺ. ഇത് ഇത്രയും 8 പ്ലാനറ്റ്സ് എന്തിന് വരുന്നുണ്ട്? സോളാർ സിസ്റ്റത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ദ യൂണിവേഴ്സ് എന്താണെന്ന് നോക്കാം. ദ യൂണിവേഴ്സ് ഇസ് ദ വാസ്റ്റ് എൻഡ്ലെസ് സ്പേസ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്, ഒരുപാട് വലുതാണ്. അതിൻ്റെ സ്പേസിന് എൻഡുണ്ടോ? ഒരിക്കലും അവസാനമില്ലാത്ത നമ്മുടെ കടൽ പോലെ നമുക്ക് എന്തിനെ പറയാം? യൂണിവേഴ്സിനെ പറയാം. ദിസ് സ്പേസ് കണ്ടെയ്ൻസ് വേരിയസ് ഹെവി ബോഡീസ്. ഇതിന് ഒരുപാട് എന്തുണ്ട്? ഹെവി ബോഡീസ് ഉണ്ട്. സച്ച് ഹാസ് സൺ, പ്ലാനറ്റ്സ്, തൗസൻഡ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ് ആൻഡ് ദ മൂൺ. ഒരുപാട് സൺസ് ഉണ്ട് ഇതിൽ, പ്ലാനറ്റ്സ് ഉണ്ട്, ആയിരക്കണക്കിന് അല്ലെ ആയിരത്തിൽ കൂടുതൽ കോടിക്കണക്കിന് എന്തുണ്ട്? സ്റ്റാർസും ആൻഡ് ദ മൂണും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹൗ ഡിഡ് യൂണിവേഴ്സ് ബിഗിൻ? ദ ബിഗ് ബാങ് തിയറി. കോളേജിലൊക്കെ ദ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പോർഷൻ തന്നെ നമുക്ക് ബിഗ് ബാങ് തിയറി പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ഈ ഒരു പോർഷനിൽ ചേർന്ന് നോക്കാം. ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് ബിഗിൻ? 1000 years ago, the universe began a tiny hot compact point. എന്താണ്? 1000 വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സ് ഒരു ടൈനി ഹോട്ട് ബാഗായിട്ട് ഒരു കോമ്പാക്ട് പോയിന്റിൽ ഇതാ വരുന്നു. ആ പിക്ചർ കണ്ടോ ഫസ്റ്റത്തെ? സെക്കൻഡ് എന്നാണ് ദെൻ കെയിം എ ബിഗ് എക്സ്പ്ലോഷൻസ് കാൾഡ് ബിഗ് ബാങ്. അത് വന്ന് ഫും എന്ന് പറഞ്ഞൊന്ന് പൊട്ടി. അപ്പോൾ അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? ബിഗ് ബാങ് തിയറി. ആ ഒരു കോമ്പാക്റ്റ് പോയിന്റ് എന്തായി? ആ ഒരു ടൈനി ആയിരുന്നു, പക്ഷെ ചെറിയൊരു അത് ടൈനി ആയിട്ടുള്ള ഹോട്ട് കോമ്പാക്റ്റ് ബാഗായിരുന്നു. അതെന്തായി? ബും എന്ന് പറഞ്ഞ് എക്സ്പ്ലോഷനിൽ പൊട്ടി. വെൻ ദ യൂണിവേഴ്സ് ബിഗാൻ ടു എക്സ്പാൻഡ് മച്ച് ഓഫ് ദ യൂണിവേഴ്സ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസ്. അതിനകത്ത് എന്തായിരുന്നു കൂടുതലും? ദ ഒരു യൂണിവേഴ്സിൻ്റെ ഗ്യാസസ് തന്നെ ഉണ്ടായിരുന്നു. ഗ്രാജുവൽ ആസ് ദ ഗ്യാസ് എക്സ്പാൻഡഡ് ടു ബിഗാൻ ടു കൂൾ ഡൗൺ. പതുക്കെ ആ ഗ്യാസസ് എന്താവാൻ തുടങ്ങി? കൂൾ ഡൗൺ ആവാൻ തുടങ്ങി. തേർഡ് എന്താണ്? ഇറ്റ് ലുക്ക് മെനി ഇയേഴ്സ് ഓഫ് ദിസ് ഗ്യാസസ് ആൻഡ് ഡസ്റ്റ് കം ടുഗദർ ആൻഡ് ഫ്രം ഗാലക്സി, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ആൻഡ് മോർ. ഇതെല്ലാം വളരെ പതുക്കെ ഇയേഴ്സും കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ എന്തായിട്ട് മാറി?
ഒരുപാട് എന്തായിരുന്നു അതിനകത്ത്, ഗ്യാസും ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നല്ലേ. പിന്നെ അത് ഗ്രാജ്വലി എന്തായിട്ട് മാറി, ഗാലക്സിയായി, സ്റ്റാർസായി, പ്ലാനറ്റ്സ് ആയിട്ട് പരിണാമം ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി നാലാമത്തെ പിക്ചർ നോക്കിക്കേ. The matter that spread out after the Big Bang slowly took shape into everything that is there in the universe today, including us. അത് ഗ്രാജ്വലി ബിഗ് ബാങ് എന്തായിട്ട് മാറി, വളരെ നല്ലൊരു ഷേപ്പിലേക്ക് റൗണ്ട് ആവാൻ വേണ്ടി തുടങ്ങി. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്തെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന യൂണിവേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. Many scientists use this theory to explain the creations of the universe. പല സയൻറ്റിസ്റ്റ് എന്താണ് ഈ ഒരു ബിഗ് ബാങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെയാണ്. However, what caused the Big Bang in the first place remains to mystery. പക്ഷേ ആദ്യമായിട്ട് വന്ന ബിഗ് ബാങ് ആണല്ലേ, അത് ഇന്നും അതിൻ്റെ നിഗൂഢതകൾ ഒരുപാട് നിറഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, അടുത്തെന്താണ്, ദ ഗാലക്സി ആൻഡ് ദ സ്റ്റാർ നോക്കാം. എ സ്റ്റാർ ഈസ് എ ബോൾ ഓഫ് ഹോട്ട് ഗ്യാസ്. സ്റ്റാർ എന്താണ്, ഒരു ബോൾ ഓഫ് ഹോട്ട് ഗ്യാസ് ആണ്. ദാറ്റ് ബേൺ ഓൾ ടൈം ഗ്ലോ ലൈക്ക് എ ബിഗ് ഫയർ. അത് എപ്പോൾ നോക്കിയാലും ഭയങ്കര ഗ്ലോ ആയിരിക്കും, ബിഗ് ഫയർ, വളരെ തിളങ്ങി നിൽക്കുന്നൊരു ഫയർ പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. എ ഹ്യൂജ് കളക്ഷൻ ഓഫ് സ്റ്റാർസ് along with the gas and dust is called ഗാലക്സി. എന്താണ്, ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് സ്റ്റാർസ് ആണ് എന്തെന്ന് പറയാം, നമുക്ക് ഗാലക്സി എന്ന് പറയാം. There are many galaxies in the universe. ഒരുപാട് ഗാലക്സീസ് ഒരു യൂണിവേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. Have you never looked at the stars at night? നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർസിനെ കണ്ടിട്ടേ, they are of a different size. പലതും പല ഷേപ്പിലായിരിക്കും. നമുക്ക് ചിലത് കാണുമ്പോൾ വളരെ ബ്രൈറ്റായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന ഡയമണ്ട്സ് ഷേപ്പിൽ കാണാം, ചിലത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർ ഷേപ്പിൽ കാണാം. വളരെ ചിലതൊക്കെ ഭയങ്കര ഗ്ലോ ആയിരിക്കും, ചിലത് ഭയങ്കര ഡിമ്മായിരിക്കും അല്ലേ. They are of a different size. However, all stars look very small. ചിലതൊക്കെ എന്താ ഭയങ്കര സ്മോൾ ആണെങ്കിൽ ചില മൈന്യൂട്ടായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ആ ഒറ്റ സ്റ്റാറിന് വെച്ചത് മറ്റൊരു സ്റ്റാർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ടും തോന്നും. Because they are very far away from us. Stars have their own light and heat. സ്റ്റാർസിന് എന്തുണ്ട്, അതിൻ്റേതായ ലൈറ്റും ഹീറ്റും ഉണ്ട്. And they shine all the time in the sky. During the day, the night from the sun is so bright that we are unable to see the light of our stars in the sky. എന്താണ്, അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ സ്റ്റാർസിനെ നോക്കുമ്പോൾ എന്തായിരിക്കും, ചിലത് വളരെ തിന്നിയായിട്ട് തോന്നും, ഡിഫറെൻറ്റ് ഷേപ്സ് ആയിരിക്കും അല്ലേ. ചിലത് നമുക്ക് വളരെ സ്മോളായിട്ട് തോന്നുന്നു. ഓക്കെ, ചിലതിൻ്റെ ലൈറ്റ് എന്തായിരിക്കും, സ്റ്റാർസ് ഹാവ് ദെയർ ഓൺ, ചിലതിന് ലൈറ്റും ഹീറ്റൊക്കെ ഉണ്ടാവും, ഷൈൻസ് ആയിരിക്കും അല്ലേ. ഓക്കെ, the earth receives heat and light from the sun, which makes all the forms of life, humans, planets and animals. എന്താണ്, which all forms of lives of humans ആയിരിക്കും, പ്ലാനറ്റ്സ്, അനിമൽസ് പോസിബിൾ ഓൺ ദ എർത്ത്. എല്ലാം തന്നെ നമ്മൾ എന്തിലുണ്ട്, എർത്തിലുണ്ടല്ലേ. നമ്മുടെ ഹീറ്റ് നമുക്ക് എർത്തിൽ എന്ത് വേണം, വി റിസീവ് ഹീറ്റ് വേണം, ലൈറ്റ് വേണം, സണ്ണ് വേണം, മൂണ് വേണം, ലൈഫ് ഓഫ് ഹ്യൂമൻസ് വേണം, പ്ലാന്റ്സ് വേണം, അനിമൽസ് വേണം, ബേർഡ്സ് വേണം, ഓക്സിജൻ വേണം. ഇറ്റ്സ് എ പോസിബിൾ ഓൺ ദ എർത്ത്. വാട്ടർ, എയർ, ഇതെല്ലാം നമുക്ക് എന്താണ്, എർത്തിൽ പോസിബിളാണ്. അപ്പോൾ എർത്ത് ഈസ് വൺ ഓഫ് ദ 8 പ്ലാനറ്റ് ഓഫ് ദ സോളർ. എർത്ത് എന്താണ്, നമ്മുടെ സോളർ പ്ലാനറ്റ്സിലെ ഒരു ഭാഗമാണ്, സോളർ സിസ്റ്റത്തിലെ പ്ലാനറ്റാണ്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ദ മിൽക്കി വേ ഗാലക്സി ഓഫ് ദ എർത്ത് ഈസ് എ പാർട്ട് ഓഫ് ദ ഗാലക്സി. ഇത് പിക്ചർ കണ്ടോ, ദ മിൽക്കി വേ ഗാലക്സി ആണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ പ്ലാനറ്റ്സ് ആണ്. The 8 planets are heavy body. 8 planets എന്താണ്, ഹെവി ബോഡീസ് ആണ്, വിച്ച് മൂവ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും നടക്കുന്നത് ഓൺ ദ ഫിക്സഡ് പാത്ത് ഓഫ് നോൺ ഹാസ് ഓർബിറ്റ്സ്. ഫിക്സഡ് പാത്ത് നമ്മൾ എന്ത് പറയുന്നു, ഓർബിറ്റ്സ് എന്ന് പറയുന്നു. ഓൾ പ്ലാനറ്റ്സ് ആർ നിയർലി ദ സെയിം ഷേപ്സ് ബട്ട് അതർ ഡിഫറെൻറ്റ് സൈസസ്. ഓൾ പ്ലാനറ്റ്സ് എന്താണ്, സെയിം ഷേപ്പാണ് പക്ഷേ ഡിഫറെൻറ്റ് സൈസസ് ആണ്. പ്ലാനറ്റ്സ് ഹാവ് നോ ലൈറ്റ് ഓർ ഹീറ്റ് ഓഫ് ദെയർ ഓൺ. പ്ലാനറ്റ്സിന് എന്തില്ല, അതിൻ്റെതായ ലൈറ്റോ ഹീറ്റോ ഇല്ല, അവരുടേതായ രീതിയിലോ ലൈറ്റും ഹീറ്റും തന്നെ ഇല്ല. ദേ ഷൈ ബിക്കോസ് ദ റിഫ്ലക്റ്റ് ഓഫ് ദ ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദ. ആ ഒരു ലൈറ്റ്സ് എന്താണ്, സണ്ണിൻ്റെ ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതെല്ലാം തന്നെ ഭയങ്കര ഗ്ലോ ആയിട്ട് ലൈറ്റ് കാണുന്നത്. ഓക്കെ, നോക്കിക്കേ, സോളാർ സിസ്റ്റമാണ് കേട്ടോ ഇത്. സണ്ണ് കണ്ടോ, നോക്കാം, ഇങ്ങനെയാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഓക്കെ, ഞാനിതിനൊന്ന് സൂം ചെയ്ത് വായിക്കാമേ. ഓക്കെ, സോളാർ സിസ്റ്റം നോക്കിക്കേ. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്താണ്, ഈസ് എ സ്റ്റാർ. ദിസ് ഈസ് എ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സൺ എന്താണ്, സെൻറ്ററിലാണ് നിൽക്കുന്നത്. സൺ ഈസ് ദ ഹെഡ് ഓഫ് ദ സോളാർ സിസ്റ്റം നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ
it is the closest star of the earth. Closest star of the earth ആണ്. The 8 planet in order to increase distance from the sun are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. ഇനി sun എന്താന്ന് നോക്കിക്കേ. The sun is a huge ball and hot glowing gases. It is a largest member of the solar system. Solar system largest member ആണെന്ന് പറയാൻ എന്താണ്? Sun ആണ്. മെർക്കുറി നോക്കിക്കേ. മെർക്കുറി എന്താണ്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. മെർക്കുറി എന്താണ്? സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ്. ലാർജസ്റ്റ് പ്ലാനറ്റ് എന്താണ്? സണ്ണാണ്. ഏറ്റവും സ്മോളസ്റ്റ് പ്ലാനറ്റ് എന്താണ്? മെർക്കുറിയാണ്. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ സൺ. സെൻസ് എന്താണ്? ഈ ഒരു മെർക്കുറി സണ്ണുമായിട്ട് ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ടു ഹോട്ട് ടു സപ്പോർട്ട് എനി ഫോം ഓഫ് ദ ലൈഫ്. ഇത് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് കേട്ടോ. ഇനി വീനസ് നോക്കിയാൽ, വീനസ് ഇസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? വീനസ് ആണ്. വീനസ് എന്താണ്? തേർഡസ്റ്റ് പ്ലാനറ്റ് ആണ് കേട്ടോ, മൂന്നാമത്തെ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റ് ഈസ് എ സോളാർ സിസ്റ്റം. ഇറ്റ് ഈസ് കോൾഡ് ഈവൻ സ്റ്റാർസ് ഓർ ദ മോർണിംഗ് സ്റ്റാർ. ഇതിന് ഈവനിങ് സ്റ്റാർ എന്ന് മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നു. എർത്ത് നോക്കിയേ. എർത്ത് ഈസ് എ ഫോർത്ത് പ്ലാനറ്റ്. എർത്താണ് നാലാമത്തത് അല്ലേ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. നാലാമത്തെ പ്ലാനറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് നോൺ ടു സപ്പോർട്ട് ലൈഫ്. ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് എന്താണ്? എർത്താണ്. ദ എർത്ത് ഹാസ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. എർത്തിൽ എന്തുണ്ട്? ഭൂമിയും മണ്ണും വാട്ടറുമുണ്ട്. ഇറ്റ് ഈസ് ആൾസോ സറൗണ്ടഡ് ബൈ എയർ. ഇതിന് ചുറ്റും എന്ത് നടക്കുന്നുണ്ട്? എയർ ഉണ്ട്. ഇനി മാസ് നോക്കിയേ. ഇറ്റ്സ് ദ സെക്കൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ് എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്ന സോളാർ സിസ്റ്റത്തിൽ. മാസ് ഹാസ് സർഫസ് ഫീച്ചേഴ്സ് സിമിലർ ടു ദോസ് ഫൗണ്ടഡ് ഓൺ ദ എർത്ത്. ഹവർ മാസ് ഈസ് മച്ച് സിമിലർ ദാൻ ദ എർത്ത്. എർത്തുമായിട്ട് മച്ച് സിമിലർ ആണ് എന്തെന്ന് പറയാം? മാസ് എന്ന് പറയാം. ഇനി സാറ്റേൺ നോക്കിയേ. ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ ഇൻ ദ സോളാർ സിസ്റ്റം. സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് സോളാർ സിസ്റ്റത്തിൽ സാറ്റേൺ എന്ന് പറയുന്നത്. യുറാനസ് എന്താണ്? ഇറ്റ് ഈസ് തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് എന്ത്? യുറാനസ്. നെപ്റ്റ്യൂൺ എന്താണ്? നെപ്റ്റ്യൂൺ ഈസ് എ ഫോർത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ദ സൈസ് ഓഫ് ദ പ്ലാനറ്റ്സ് ആർ നോട്ട് ഇൻ ദ സ്കെയിൽ. ഈ ഒരു സ്കെയിലിൽ എന്ത് പോയില്ല? അതിൻ്റെ സൈസസ് ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, സണ്ണിന് ചുറ്റുമായിട്ട് സണ്ണ് നിൽക്കുന്നത് കാണാം നമുക്ക്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ നോക്കിക്കേ. ജൂപ്പിറ്റർ ഇസ് എ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. 8 പ്ലാനറ്റ്സ് ഉണ്ട്. 8 പ്ലാനറ്റ്സ് എന്തൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇനി സാറ്റലൈറ്റ് നോക്കാം. ഈ സാറ്റലൈറ്റ് ഈസ് എ ഹെവി ബോഡി ദാറ്റ് റിസോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിന് ചുറ്റുമായിട്ട് ഹെവി ബോഡീസിലോട്ട് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സാറ്റലൈറ്റ് പറയുന്നത്. ലൈക്ക് പ്ലാനറ്റ് സാറ്റലൈറ്റ്സ് ഹാവ് നോ ലൈറ്റ് ഓഫ് ദെയർ ഓൺ. സാറ്റലൈറ്റിന് എന്തില്ല? അതിൻ്റെതായ രീതിയിൽ ലൈറ്റ് ഇല്ല. അതർ മെർക്കുറി ആൻഡ് വീനസ്, all other planets have satellites. The earth is the only one natural satellite known as the moon. എർത്തിൻ്റെ only one satellite എന്താണ്? മൂണാണ് കേട്ടോ. ഇതാണ് മൂണാണ്. ഓക്കെ, എർത്തിൻ്റെ ഒരൊറ്റ സാറ്റലൈറ്റ് എന്താണ്? മൂണാണ്. സാറ്റലൈറ്റ് ഓഫ് ദ ഹെവി ബോഡീസ് റിസോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. ലൈക്ക് പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് ആൾസോ have no light and their own. Others than the Mercury and Venus, all other planets have satellite. The earth has only one natural satellite known as the moon. The moon around us the earth. കണ്ടോ, ഈ ഒരു പിക്ചർ നമുക്ക് കാണാം. എർത്തും മൂണും. The moon moves around the earth. Okay. Thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.